കഴിഞ്ഞ ആഴ്ചകളിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ ചിന്തിക്കുകയായിരുന്നു. ആരെ പറ്റിയായിരുന്നു നമ്മൾ ദിനവൃത്താന്തത്തിൽ വായിച്ചത്? ആസയെ പറ്റി അല്ലേ? ആസ വളരെ നന്നായിട്ട് തുടങ്ങി, പക്ഷെ ആസ ഒരു ഫൂളായിരുന്നു അല്ലേ? ആസ ഒരു വിഡ്ഢിയായിരുന്നു. എന്തായിരുന്നു ആസയുടെ ഫൂളിഷ്നെസ്? ദൈവം സഹായിക്കാൻ റെഡിയായിട്ട് നിന്നപ്പോൾ ആസ ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യരിൽ ആശ്രയിച്ചു. 2 ദിനവൃത്താന്തം 16-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ആ കാലത്ത് ദർശകനായ ഹനാനി യഹൂദ രാജാവ് ആസയുടെ അടുക്കൽ വന്ന് പറഞ്ഞത് എന്തെന്നാൽ, നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ ആരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് ആരാം രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. എന്നിട്ട് പറയാണ്, യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിതരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൂടെ ഓടാടിക്കൊണ്ടിരിക്കുന്നു. നീ ഇതിൽ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു അല്ലെ? അങ്ങനെ ആസ ദൈവത്തിൽ ആശ്രയിക്കാതെ ആരാം രാജാവിൽ ആശ്രയിച്ചതുകൊണ്ട് ദൈവത്തിന് സഹായിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതിനുശേഷവും ആസയുടെ ദൈവം ഇടപെടുകയാണ്. 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആസയുടെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ ആ കാലിൽ ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. അങ്ങനെ ദൈവം അടുത്ത ലെവലിൽ സംസാരിക്കാൻ ശ്രമിക്കുകയാണ് ആസ അടുത്ത്. ആദ്യത്തെ പ്രവാചകനിൽ കൂടി സംസാരിച്ചു. അത് ആസ പ്രവാചകന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. പ്രവാചകനെ പിടിച്ച് തടവിലാക്കി. ബാക്കി അനേക ആൾക്കാരെ, പ്രവാചകൻ അതേ കാര്യം പറഞ്ഞ ആൾക്കാരെ അടുത്തും ആസ ക്രൂദ്ധിച്ചു, പീഡിപ്പിച്ചു. അതിനുശേഷം ദൈവം രണ്ടാമത് ഇടപെടുകയാണ് ഒരു രോഗത്തിൽ കൂടി. എന്നിട്ടും എന്ത് ചെയ്തു ആസ എന്ത് ചെയ്യുന്ന അവിടെ പറഞ്ഞിരിക്കുന്നത്? ആസ എന്നാൽ അവൻ ദീനത്തിൽ യഹോവയെയല്ല വൈദ്യന്മാരെ അത്രേ അന്വേഷിച്ചത്. അങ്ങനെ ആസയുടെ ജീവിതം അങ്ങനെ കഴിയുകയാണ്. അങ്ങനെ നന്നായിട്ട് തുടങ്ങിയ രാജാവ് വളരെ ദയനീയമായിട്ട് ആ രാജാവിന്റെ ജീവിതം തീരുകയാണ്. ആസയുടെ മകനായിട്ടുള്ള അടുത്ത രാജാവ് ആണ് യഹോശാഫാത്ത്. യഹോശാഫാത്ത് രാജ്യത്വം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം അതിന്റെ 3-ാമത്തെ 17-ന്റെ 2 ദിനവൃത്താന്തം 17-ാം അധ്യായം 17-ാമത്തെ അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. യഹോവ യഹോശാഫാത്തിനോട് കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണ്? യഹോശാഫാത്തിന്റെ കൂടെ അങ്ങ് ഉണ്ടായേക്കാം എന്ന് തീരുമാനിച്ചങ്ങ് നിൽക്കുകയായിരുന്നു. അല്ല, യഹോശാഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ നടക്കുകയായിരുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ദാവീദിന്റെ ആദ്യത്തെ വഴികൾ. അന്നേരം ദാവീദിന്റെ പിന്നത്തെ വഴികൾക്ക് എന്തോ ഉണ്ടായി? ദാവീദിന്റെ വഴികളെല്ലാം ശരിയായിരുന്നില്ല അല്ലെ? ദാവീദിന്റെ തുടക്കവും നല്ലതായിരുന്നു. ദാവീദ് പക്ഷെ ഇടയ്ക്ക് വളരെ കഠിനമായിട്ടൊരു പാപം ചെയ്തു. ദൈവവചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ദാവീദ് ആ കാര്യത്തിൽ ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും ദൈവത്തെ അനുസരിച്ചു. അതുകൊണ്ട് യഹോശാഫാത്ത് ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടന്നു അല്ലെ? പൂർണ്ണമായിട്ടും ദാവീദിന്റെ വഴികളിലല്ല നടന്നത്, ദൈവത്തിന്റെ വഴിയിൽ. ദാവീദ് ആദ്യമേ ദൈവത്തിന്റെ വഴിയിൽ നടന്നുകൊണ്ട് അതേ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും. എന്തായിരുന്നു ആസടുത്ത് പ്രവാചകൻ പറഞ്ഞത്? പ്രവാചകൻ ആസടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ യഹോവയോടുകൂടി ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടി ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിലോ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. അന്നേരം യഹോശാഫാത്ത് ആസയുടെ കൂട്ട് നടന്നില്ല, ദാവീദിന്റെ ആദ്യത്തെ വഴികൾ നടന്നു. ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവായ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ. എന്നാൽ ഇസ്രായേലിന്റെ ആചാരം എന്തായിരുന്നു അന്ന്? ഇസ്രായേലിന്റെ ആചാരം, ഇസ്രായേൽ മുഴുവൻ ദൈവത്തെ തെറ്റിപ്പോയിരുന്ന, ദൈവത്തെ വിട്ട് നടന്നിരുന്ന സമയത്ത് ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അന്വേഷിച്ച് നടക്കുകയും ചെയ്തത് കൊണ്ട് എന്ത് ചെയ്തു? യഹോവ യഹോശാഫാത്തിനോട് കൂടെയിരുന്നു. യഹോശാഫാത്തിന് യഹോവ രാജ്യത്ത് ഉറപ്പിച്ചു കൊടുത്തു. എല്ലാ യഹൂദിയും യഹോശാഫാത്തിന് കാഴ്ച കൊണ്ടുവന്നു. അവന് വളരെ ധനവും മാനവും ഉണ്ടായി. താഴേക്ക് വരുമ്പോൾ യഹോശാഫാത്തിന്റെ ജീവിതത്തിലെ അനേക നല്ല കാര്യങ്ങളാണ്. യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവർ യഹൂദ നഗരങ്ങളിലൊക്കെയും സഞ്ചരിച്ച് ജനത്തെ ഉപദേശിച്ചു. 9-ാമത്തെ വാക്യം. അങ്ങനെ യഹോശാഫാത്തും വളരെ
നന്നായിട്ട് രാജ്യത്വം തുടങ്ങി. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ബാൽവിഗ്രഹങ്ങൾ ആശ്രയിക്കാതെ വളരെ നന്നായിട്ട് യഹോശാഫാത്ത് തുടങ്ങി. യഹോശാഫാത്തിനെ പറ്റി പറഞ്ഞ 12-ാമത്തെ വാക്യം, യഹോശാഫാത്ത് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. ദൈവത്തിന്റെ സാന്നിധ്യം യഹോശാഫാത്തിനോട് ഉണ്ടായിരുന്നുകൊണ്ട് യഹോശാഫാത്ത് മുമ്പോട്ട് പോയി. 18-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ യഹോശാഫാത്തും ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു തെറ്റായിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്നതാണ്. അതിന്റെ 18-ാമത്തെ വാക്യത്തിന് 1-ാമത്തെ വാക്യം, 18-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. യഹോശാഫാത്തിന് ധനവും മാനവും ഉണ്ടായപ്പോൾ എന്തു ചെയ്തു? യഹോശാഫാത്ത് ആഹാബിനോട് സംബന്ധം കൂടി. എന്ന് വെച്ചാൽ എന്താ സംബന്ധം കൂടാന്ന് പറഞ്ഞാൽ എന്താ? കല്യാണത്തിന് ഏൽപ്പിച്ചു അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാരേജ് നടത്തുന്നു. ആരുടെ അടുത്ത്? ആഹാബിനോട് കൂടി. ആഹാബ് ആരാണെന്ന് അറിയാമോ? ആഹാബ് ആരാ? ആഹാബ് ആരാണ്? ആഹാബ് ഏത് രാജ്യത്തിന്റെ രാജാവാണ്? ഇസ്രായേൽ രാജാവാണ് ആഹാബ്. ഇസ്രായേലും യഹൂദയും രണ്ടും രണ്ട് രാജ്യങ്ങളാണ്. ആഹാബിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആഹാബിനെ പറ്റി ദൈവം പറയുന്നത് എന്താണെന്ന് അറിയോ? ആഹാബ് അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു. ആഹാബ് വളരെ നല്ല ഐക്യതയുള്ള ഒരു കുടുംബത്തിലെ ഗൃഹനാഥനായിരുന്നു അല്ലെ? വായിച്ചിട്ടുണ്ടോ അത്? എന്തായിരുന്നു ആഹാബിന്റെ പ്രത്യേകത? ഭാര്യ പറയുന്നത് കേട്ടു എന്ന് മാത്രമല്ല, ആഹാബിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ആഹാബ് യഹോവയ്ക്ക് അനിഷ്ടം ചെയ്യാൻ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടില്ലേ? ആഹാബിനെ പറ്റി വായിച്ചിട്ടേ ഇല്ല. ആഹാബിന്റെ വാക്യം വായിച്ചിട്ടില്ലേ? ആഹാബ് യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യാൻ അറിയത്തില്ല. തന്നെത്താൻ വിറ്റുകളഞ്ഞ രാജാവായിരുന്നു അല്ലെ? തന്നെത്താൻ വിറ്റുകളഞ്ഞ രാജാവായിരുന്നു. അതിന് ആരായിരുന്നു? ഇസബേൽ എന്ത് ചെയ്തു പറഞ്ഞേ? ഇസബേല് എന്ത് ചെയ്തു? അതിനവനെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്നു, അവനെ സഹായിച്ചുകൊണ്ടിരുന്നു. അന്നേരം രണ്ടും നല്ലൊരു ഫാമിലി ആയിരുന്നു. രണ്ടുപേരും ഐക്യതയോടുകൂടി ജീവിക്കുന്നവരായിരുന്നു അല്ലെ? പലരും ചിന്തിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി സന്തോഷമായിട്ട് പോകുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഒരു അൾട്ടിമേറ്റ് പ്ലാൻ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. വഴക്കൊന്നും ഉണ്ടാക്കാത്ത, ബഹളമൊന്നും ഉണ്ടാക്കാത്ത നല്ല ഫാമിലി, അതാണ് നല്ല ഫാമിലി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. ദൈവം പുതിയ നിയമത്തിൽ ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അറിയാവോ ആരാണെന്ന്? വളരെ ഐക്യതയുള്ള ഫാമിലി, അനന്യാസും സഫീറും ഇല്ലേ? രണ്ടുപേരുടെയും പുതിയ നിയമത്തിലെ ഫാമിലിയുടെയും പഴയ നിയമത്തിലെ ഫാമിലിയുടെയും എൻഡ് നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അല്ലെ? എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇനി അന്നേരം അതല്ല ദൈവത്തിന്റെ ഉദ്ദേശം. ഒരു കുടുംബം സന്തോഷമായിട്ട് പോകുക എന്നുള്ളതല്ല, അതല്ല ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ. ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? ഭർത്താവ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ ഭാര്യ അതിനെയാണ് അനുകൂലിക്കേണ്ടത് അല്ലെ? അല്ലാതെ ചിലപ്പോൾ ഞാൻ പറയട്ടെ, ഒരു സന്തോഷകരമായുള്ള കുടുംബജീവിതം നയിക്കുന്നത് ദൈവഹിതത്തിന് പുറത്താണെങ്കിൽ അതിനേക്കാൾ ദൈവം പ്രിഫർ ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള ഫാമിലി ആണെങ്കിലും ഒരാളെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നതാണ് അല്ലെ? ഞാൻ പറയട്ടെ, ഇപ്പം അനന്യാസിന്റെ സഫീറയുടെയും ജീവിതത്തിൽ അനന്യാസ് ചെയ്ത പാപത്തിനോട് അനുകൂലമല്ലാതെ സഫീറ എന്നിരുന്നെങ്കിലും എന്ത് സംഭവിച്ചേനെ? ചിലപ്പോൾ ആ കുടുംബം തന്നെ രക്ഷപ്പെട്ടേനെ അല്ലെ? ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകാനല്ലോ പറഞ്ഞു. ഈ സബ്ജക്ട് വേറെയാണ്, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. ആഹാബിനെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഒന്ന് അറിയാനായിട്ട് പറഞ്ഞാണ്. നിങ്ങൾക്ക് ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അറിയാം, പഴയ നിയമത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യാനായിട്ട് തന്നെത്താൻ വിറ്റുകളഞ്ഞ രാജാവായിരുന്നു ആഹാബ്. ഇസബേൽ എന്ന് പറയുന്നത്, ഇസബേൽ അതേപോലെ തന്നെ ആഹാബിനെ അതിന് സപ്പോർട്ട് ചെയ്യുകയും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തായിരുന്നു. ഇസബേലിന് എന്ത് സംഭവിച്ചു? ഇസബേലിന് എന്താണ് സംഭവിച്ചത്? നായ്ക്കള് രക്തം നക്കിക്കളഞ്ഞു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? എന്തിനു വേണ്ടിയിട്ട്? എന്ത് സംഭവത്തിന്റെ പുറത്താണ് അത് നടന്നത്? നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചതിയിൽ കൂടി കൈവശമാക്കിയുണ്ട്. ഞാൻ ഈ ചോദിക്കുന്നതൊക്കെ വളരെ വളരെ ക്ലിയർ ആയിട്ട് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയാം, വയ്യെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കണം. ഓക്കെ, അങ്ങനത്തെ ഒരു മ്ലേച്ഛനായ ഒരു രാജാവായിരുന്നു ആഹാബ്. ആ ആഹാബിന്റെ അടുത്ത് ദൈവത്തെ അന്വേഷിക്കുന്ന യഹോശാഫാത്ത് സംബന്ധം കൂടി. കല്യാണം ആലോചിച്ചപ്പോൾ അവരുമായിട്ട് സംബന്ധം കൂടി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? സംബന്ധം കൂടി കഴിഞ്ഞപ്പോൾ സംബന്ധക്കാർ രണ്ടുപേരുടെ ഒരുമിച്ച് കൂടുകയാണ്. 2-ാമത്തെ വാക്യം.
ഇവിടെ പറയാണ് രണ്ടാമത് ഈ സംബന്ധക്കാർ രണ്ടുപേരുടെ പാർട്ടി നടത്തുകയാണ്. പാർട്ടി നടത്തിയപ്പോ എന്ത് സംഭവിച്ചു? സംബന്ധം കൂടിയ ആള് ആഹാബ് എന്ത് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ആഹാബ് യഹോശാഫാത്തിനെ വശീകരിച്ചു എന്നാണ് പറയുന്നത്. അന്നേരം ഇങ്ങനത്തെ സംബന്ധങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ദൈവഹിത പ്രകാരമല്ലാത്ത കൂട്ടുകെട്ടുകൾ എന്ത് സംഭവിക്കും? ദൈവത്തിൽ നിന്ന് ഇവനെ വശീകരിക്കും. എന്താണ് ശലോമോന് സംഭവിച്ചത്? ശലോമോനും കുറെ സംബന്ധം കൂടിയതാണ് സംഭവിച്ചത്, പറ്റിയത് അല്ലേ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആ കാര്യം? 1 രാജാക്കന്മാർ 11-ാമത്തെ അധ്യായം, 11-ാമത്തെ അധ്യായത്തിന്റെ കഴിഞ്ഞ ആഴ്ച വായിച്ചാണ്. അതിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. വളരെ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു, പത്നികളും വെപ്പാട്ടുകളുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? അതിന്റെ 9-ാമത്തെ വാക്യം. ശലോമോൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞേ? ശലോമോൻ തന്റെ ഹൃദയത്തെ തിരിച്ചു. ആരാണ് അതിന് കാരണക്കാരായത്? ശലോമോന്റെ ഭാര്യമാർ ശലോമോന്റെ ഹൃദയത്തെ വശീകരിച്ച് ദൈവത്തെങ്കിൽ തിരിച്ചു. ദൈവം ശലോമോനെ ശിക്ഷിച്ചില്ല ശരിക്കും, ദാവീദിനെ ഓർത്തിട്ട്. പക്ഷെ ശലോമോന്റെ മകന്റെ കാലത്ത് ദൈവം ന്യായവിധി അയച്ചു. അങ്ങനെയാണ് രാജ്യം ഡിവൈഡ് ആവുന്നത്. അതാണ് വരുന്നത്. ഇങ്ങനെ വന്നപ്പോൾ ആഹാബ് ഗിലെയാത്തിലെ രാമോത്തിലേക്ക് ചെല്ലേണ്ടതിന് അവനെ വശീകരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ അടുത്ത വാക്യം, 3-ാമത്തെ വാക്യം. യഹോശാഫാത്ത് പറയാണ്, നമ്മൾ തമ്മിൽ ബന്ധുക്കാരാണ് അല്ലെ, നമ്മൾ തമ്മിൽ കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടോ കൊടുത്തവരാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ എന്തോ വ്യത്യാസം? ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും ഒരുപോലെയല്ലോ, ഞങ്ങൾ നിന്നോടുകൂടെ യുദ്ധത്തിന് പോരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിന്റെ അടുത്ത് പറയാണ്, ഇന്ന് യഹോവയോട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താ പറയുന്നതായിരിക്കും? നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം അല്ലെ? നമ്മളും പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കുന്നേ? ഈ യഹോശാഫാത്ത് ദൈവഹിതത്തിന് വിരോധമായിട്ട് സംബന്ധം കൂടി അവന്റെ അടുത്ത് പോയി പാർട്ടി നടത്തി ഇവൻ പറയുന്നത് കേൾക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ട് എന്താ പറയുന്നേ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരണം ഇതൊരു റിച്വലാണ് അല്ലെ? നമ്മൾ പ്രാർത്ഥിക്കാതെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇഷ്ടം ചെയ്യാനായിട്ടൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞ് ദൈവഹിതം അന്വേഷിക്കാനല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു നോർമൽ റിച്വലാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കണമല്ലോ, അതാണല്ലോ ഒരു കസ്റ്റം. ആ കസ്റ്റം യഹോശാഫാത്ത് ചെയ്യാണ്, അല്ല ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുക എന്നുള്ള കാര്യത്തിലല്ല. കാരണം യഹോശാഫാത്തിന്റെ ഹൃദയം ഓൾറെഡി ആഹാബ് വശീകരിച്ചു. അപ്പോൾ ആഹാബ് 400 പ്രവാചകന്മാരെ വിളിക്കണം. നിങ്ങൾക്ക് ഈ സംഭവം അറിയാമല്ലോ? അറിയാമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ചോദിക്കുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് യഹോശാഫാത്ത് ആഹാബ് 400 പ്രവാചകന്മാരെ വിളിക്കുകയാണ്. എന്താണ്? ദൈവത്തിന്റെ ഹിതം അറിയിക്കാനായിട്ട്. ഈ 400 പ്രവാചകന്മാരെങ്ങനെയാണ്? 400 പ്രവാചകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡ് പ്രോഫറ്റ്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന് ഇഷ്ടമുള്ളത് പ്രവചിക്കുന്ന 400 പ്രവാചകന്മാർ. പുതിയ നിയമത്തിൽ അങ്ങനെ ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. അന്ത്യകാലത്ത് എന്ത് സംഭവിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യർ കർണരസമാകുമാറ് തങ്ങൾക്ക് ഇഷ്ടമുള്ളത് കേൾക്കാനായിട്ട് പ്രസംഗികരെ, ഉപദേഷ്ടാക്കന്മാരെ പെരുക്കും. എന്നാൽ ഇന്നത്തെ കാലത്തെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് ഇഷ്ടമുള്ളത് കേൾക്കാനായിട്ട് ദൈവത്തിന്റെ പ്രവാചകന്മാരെ വിളിക്കും. പ്രവാചകനെ വിളിച്ചിട്ട് പ്രവാചകന് കാശ് കൊടുക്കുക, പ്രവാചകൻ നമുക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കും. അങ്ങനെ 400 പേരുണ്ട്, ഇഷ്ടംപോലെ പേരുണ്ട്. 400 പേരും വന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ഗിലെയാത്തിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ വേണ്ടത് എന്ത് വേണ്ടു? വളരെ ചോദ്യമാണ്, നല്ല ചോദ്യമാണ്. ദൈവത്തിന്റെ ഹൃദയം അന്വേഷിക്കുന്ന പോലത്തെ ചോദ്യമാണ്. ഗിലെയാത്തിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകണമോ പോകണ്ടായോ? ഇവർ ഓൾറെഡി തീരുമാനിച്ചു, പോകാനായിട്ട് രണ്ടുപേരും തീരുമാനിച്ചു. ദൈവഹിതം അന്വേഷിക്കാനായിട്ട് കുറച്ച് പ്രവാചകന്മാരെ വരുത്തി അവരോട് ചോദിക്കുകയാണ്, ഗിലെയാത്തിലെ രാമോത്തിലേക്ക് പോകുന്നത് ഇഷ്ടമാണോ, ദൈവത്തിന്റെ പ്ലാനാണോ അല്ലയോ? നേരെ എന്ത് പറഞ്ഞു? ഇവരെല്ലാവരും പറഞ്ഞു, എല്ലാവരും കൂടെ പറഞ്ഞ കാര്യമാണ്. അവിടെ പറയാണ് അടുത്ത വാക്യം. അവിടെ പറയാണ്, പുറപ്പെടുക, ദൈവം അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. 400 പേരും ഒരേപോലെ പറഞ്ഞു അല്ലെ? അന്നേരം ഇത്രയും എല്ലാവരും കൂടെ ഒരേ പ്രവചനം പറഞ്ഞപ്പോൾ എന്താണ്? യഹോശാഫാത്തിന് ഒരു ഡൗട്ട്. ഏതാ? ഇത് എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം എല്ലാ പ്രവാചകന്മാരും കൂടെ ഒരേ കാര്യം പറയാണ്, പൊക്കോളുക ഗിലെയാത്തിലെ രാമത്തിൽ. യഹോശാഫാത്തിന് തന്നെ അറിയാം ഇവന്മാരെല്ലാം ഒന്നും
യഥാർത്ഥമാവാൻ സാധ്യതയില്ല, കള്ളന്മാർ ഇവരുടെ കൊണ്ട്. പക്ഷെ ഇവരെല്ലാവരും ഒരേപോലെ പ്രവചിച്ചപ്പോൾ യഹോശാഫാത്തിന് ഡൗട്ട് വന്ന് ഒരാൾ പോലും തിരിച്ച് പ്രവചിക്കുന്നില്ല. അന്നേരം യഹോശാഫാത്ത് ഡൗട്ട് ചോദിക്കുകയാണ്, നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകനായി ഇനി ആരുമില്ലയോ എന്ന് ചോദിക്കുകയാണ്. കാരണം യഹോശാഫാത്തിന് ഡൗട്ടായി, ഇതിൽ ആരെങ്കിലും ഒരാൾ പോലും തിരിച്ചു പറഞ്ഞില്ല. എന്നിട്ട് എല്ലാവരും ഒരേപോലെ പറഞ്ഞപ്പോൾ ഈ യഹോശാഫാത്ത് ചോദിക്കുകയാണ്, ഒരാളും കൂടെ ഉണ്ടോ? അന്നേരം ആഹാബ് പറയാണ്, ഒരാളുണ്ട്. അയാളുടെ പ്രത്യേകത ഈ 400 പേരെ പോലെയല്ല. അവനെന്ത് ചെയ്യും? അവന്റെ പ്രത്യേകത ഇതാണ്. അവൻ എന്താണ് പ്രത്യേകത? ദോഷം മാത്രം പ്രവചിക്കുന്ന ഒരു പ്രവാചകനാണ്, അല്ലേ? അങ്ങനെയുള്ള ആൾക്കാരെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? അല്ലേ? ദോഷം മാത്രം പ്രസംഗിക്കുന്ന, എഴുന്നേറ്റ് നിന്നാൽ ഇവൻ എനിക്കെതിരെ മാത്രമേ സംസാരിക്കൂ. എന്നിട്ട് പിന്നെ അവനെ വിളിച്ചു വരുത്തിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, അവനെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. അവനെയും കൂടെ വിളിക്കണം, അവന്റെയും കൂടെ വിളിച്ചിട്ട് അവനോട് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. കാരണം യഹോശാഫാത്ത് ഒരു റിലീജിയസ് ആളാണ്. ആഹാബ് തന്നെത്താൻ വിട്ടുള്ള ദൈവത്തെ അന്വേഷിക്കാത്ത ആളാണ്. എങ്കിലും യഹോശാഫാത്ത് പറയാണ്, അവനെ കൂടെ വിളി, അവനും പറയുന്നത് എന്താണെന്ന് കേൾക്കാന്ന് പറഞ്ഞു. അന്നേരം അവനെ വിളിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാലോ, അവനെ വിളിക്കാനായിട്ട് രാജാവിന്റെ ദൂതന്മാരി അല്ലാണ് അവരുടെ ചെന്നും പറയാണ്, ഈ 400 പ്രവാചകന്മാരും ഒരേ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് നീ പറയുന്നത് മാത്രം തെറ്റിച്ച് വെറുതെ പണി ഉണ്ടാക്കരുത്. നീയും അവര് പറഞ്ഞ കാര്യം തന്നെ പറയുക, വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് നിൽക്കണ്ട. ഏതായാലും രാജാവ് ഇങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, നീയും പോയിട്ട് വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? നീയും അവർ പറയുന്നത് തന്നെ പറഞ്ഞിട്ട് നിന്റെ തടി രക്ഷപ്പെടുത്താനായിട്ട് ഒരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ താഴോട്ട് വരുമ്പോൾ പറയാണ്, അതിന്റെ 11ാമത്തെ വാക്യം, പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു, ഗിലെയാത്തിലെ രാമോത്തിലേക്ക് പുറപ്പെടുക, നീ കൃതാർത്ഥനാകും, യഹോവ അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. മിഖായെ വിളിക്കുവാൻ പോയ ദൂതൻ അവനോട്, നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു, നിന്റെ വാക്കും അവരിൽ ഒരുത്തനെ പോലെ ഇരിക്കട്ടെ, നീയും ഗുണമായത് മാത്രം പറയണമെന്ന് പറഞ്ഞു. അന്നേരം ഇവര് പറയാണ്, വെറുതെ നീ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല, നീ പോയിട്ട് ഉള്ള കാര്യം, ഗുണമായിട്ടുള്ള കാര്യം മാത്രം പറയാൻ പറയും. അന്നേരം മിഖായാവ് പറയാണ്, ഞാൻ അങ്ങനെ പറയത്തില്ല, ദൈവം ചെയ്യുന്നത് പറയത്തുള്ളൂ എന്ന് പറയണം. അങ്ങനെ രാജാവിന്റെ അടുക്കലേക്ക് വരുന്നു. രാജാവ് ചോദിക്കണം, 14ാമത്തെ വാക്യം, അവൻ രാജാവിന്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട്, മിഖായാവേ, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോവുകയോ പോവാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിനവൻ എന്ത് പറഞ്ഞു? അവൻ പറഞ്ഞു, പൊക്കോ, നിനക്ക് കിട്ടാനുള്ളത് അവിടെ ചിലവും കിട്ടുമെന്ന് പറഞ്ഞു. അല്ലെ, നീ പോവുക, നീ കൃതാർത്ഥനാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ അതിന്റെ ടോൺ മനസ്സിലാവത്തില്ല. പക്ഷെ ആഹാബിന് കൃത്യമായിട്ട് പറഞ്ഞത് മനസ്സിലായി. എന്ത് മനസ്സിലായി? അടുത്ത വാക്യം വായിച്ചാൽ മനസ്സിലാവും. ആഹാബിന് മെസ്സേജ് കിട്ടി, ആഹാബ് പറഞ്ഞ് മനസ്സിലായി, ഇവൻ എന്നെ കളിയാക്കിയാണെന്ന് മനസ്സിലായി. അതാണ് പറഞ്ഞിരിക്കുന്നത്, നീ പോ, നിനക്കുള്ളത് അവിടെ വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്, അല്ലെ? അങ്ങനല്ലേ പറഞ്ഞത്. അപ്പോ അതിന് മിഖായാവ് അപ്പോൾ അവൻ പറയാണ്, പുറപ്പെടുവിൻ, അതിനവൻ പുറപ്പെടുവിൻ, നിങ്ങൾ കൃതാർത്ഥരാകും, അവർ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് അവനോട് എന്താണ് പറയുന്നത്? നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുത് എന്ന് എത്ര പ്രാവശ്യം നിന്നോട് സത്യം ചെയ്ത് പറയണമെന്ന് ചോദിച്ചു. യഹോവ ഇവൻ പറഞ്ഞ മനസ്സിലായി, ഇവൻ പറഞ്ഞത് കള്ളത്തരമാണെന്ന് ആഹാവിന് മനസ്സിലായി, അല്ലെങ്കിൽ എന്നെ കളിയാക്കിയതാണെന്ന് ആഹാവിന് മനസ്സിലായി. ആഹാവ് പറയാണ്, നീ യഹോവയുടെ, എന്തിനാ ആഹാവ് എന്താ ചോദിക്കുന്നേ? ആഹാവ് പറയാണ്, യഹോവയുടെ നാമത്തിൽ സത്യം കേൾക്കാനായിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? പലരും ദൈവവചനം കേൾക്കാനിരിക്കുന്നത് സത്യം കേൾക്കാനെന്നുള്ള ഭാവനയാണ്. സത്യം മാത്രം കേട്ടാൽ മതി, ഇങ്ങനത്തെ കള്ളത്തരമൊന്നും കേൾക്കണ്ട. പറയണം, സത്യം മാത്രം പറയണം. ഏതാണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ യഹോവ പറയാണ്, നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുത് എന്ന് എത്ര പ്രാവശ്യം നിന്നോട് സത്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ ആഹാബിന്റെ അടുത്ത് മിഖായാവ് പറയാണ്, ഓക്കെ, നിനക്ക് സത്യമാണ് അറിയേണ്ടത്, അല്ലേ? എന്നാ സത്യം നീ കേട്ടോളൂ, മിസ്റ്റർ ആഹാബ്, യു ആർ ഗോയിങ് ടു ഡൈ. സത്യം പറയാം. ആഹാബിന്റെ അടുത്ത് പറയാണ്, നിന്റെ ഡെത്ത് വെർഡിക്റ്റ് ദൈവം എഴുതി കഴിഞ്ഞിരിക്കുന്നു, നീ ഗിലെയാത്തിലെ രാമോത്തിലേക്ക് പോയി നീ അവിടെ വെച്ചിട്ട് മരിക്കാനായിട്ട് പോവുകയാണെന്ന് സത്യം പറയാണ്. ഈ സത്യമാണ് ആഹാബ് ചോദിച്ചത്. ആഹാബിന് ആ സത്യം കേട്ടപ്പോൾ സന്തോഷമായോ? താഴോട്ട് വായിക്കും മനസ്സിലാവും, ആഹാബ് ഈ സത്യം ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ ആഹാബ് ഡിസൈഡ് ചെയ്തിരുന്നു ദൈവത്തിന് വിരോധമായിട്ട് തന്നെത്താൻ വിറ്റുകളയാനായിട്ട്. ആഹാബ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ദൈവഹിതം അന്വേഷിക്കുക എന്നുള്ള പ്ലാനിലല്ല ചെയ്തത്. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ പ്ലാൻ അന്വേഷിക്കുക, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കാൻ താല്പര്യമില്ലാതെ നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനുള്ളവർ മാത്രമായിരിക്കണം. ദൈവത്തില്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ
അതേ തീരുമാനത്തോടുകൂടി ആയിരിക്കണം. അല്ലാതെ പോയി നമ്മൾ ഒരു മെസ്സേജ് കേട്ട് കളഞ്ഞേക്കാം, ഇല്ലെങ്കിൽ ഒരു കാര്യം കേട്ടേക്കാം എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അത് നമ്മളെ മാറ്റത്തില്ല. ഇവിടെ ആഹാബും യഹോശാഫാത്തും തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് വിരോധമായിട്ട്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായിട്ട് ചെയ്യാനായിട്ട്. അതിന്റെ പേരിൽ ആൾക്കാരെ വിളിച്ചു വരുത്തി പ്രസംഗം കേൾക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാളെ വിളിച്ചിട്ട് അവന്റെ അടുത്തുനിന്നും അത് തന്നെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ സത്യം പറഞ്ഞപ്പോൾ ആഹാബിന് ദേഷ്യമായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ആഹാബ് അവിടെ വെച്ചിട്ട് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ, അവിടെ വെച്ചിട്ട് ഗിലെയാദിലെ രാമോത്തിലേക്ക് ദൈവം പറയാണ്, നിന്നെ ഗിലെയാദിലെ രാമോത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് നീ മരിക്കുമെന്ന് ആഹാബിന്റെ അടുത്ത് പറയാണ്. ആഹാബ് അത് ചെയ്യാതെ അവിടെ വെച്ചെങ്കിലും മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അവിടെ വെച്ചിട്ട് ലാസ്റ്റ് നിമിഷം അവിടെ വെച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ദൈവം വിട്ടുകളഞ്ഞേനെ. ദൈവത്തിന്റെ പ്രവചനം നിവർത്തിക്കത്തില്ലായിരുന്നു അല്ലെ? യെഹെസ്കേൽ പ്രവചനം അതിന്റെ 18-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 21, 22 വാക്യങ്ങൾ. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളതിനെ പറ്റി അവിടെ പറയാണ്. ഇവിടെ പറയാണ് ദുഷ്ടന്റെ മരണത്തിൽ. അതിന്റെ മേലത്തെ വാക്യങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ദുഷ്ടന്റെ അടുത്ത് ദുഷ്ടാ നീ മരിക്കും എന്ന് അവന്റെ അടുത്ത് പറഞ്ഞത് കേട്ടിട്ടെങ്കിലും അവൻ മാനസാന്തരപ്പെട്ടാൽ എന്ത് ചെയ്യും? ദൈവം പറയാണ്, ഞാൻ ആ പറഞ്ഞ കാര്യം ചെയ്യത്തില്ല. ദൈവം പറയാണ്, ദൈവം പ്രവചിച്ച കാര്യം പോലും ദൈവം മാറ്റും. എന്തുകൊണ്ട്? ദുഷ്ടൻ മരിക്കാതെ ഇരിക്കാനായിട്ട് ദൈവത്തിന് ദുഷ്ടൻ മരിക്കുന്നതിൽ താല്പര്യമില്ല. ദൈവത്തിന് ആരും മരിക്കണമെന്ന് താല്പര്യമില്ല, ആരും നഷ്ടപ്പെട്ടു പോകണമെന്ന് താല്പര്യമില്ല. അനേക വാക്യങ്ങളുണ്ട്. ദൈവം പറയാണ്, തന്റെ പുത്രൻ, ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ പോലും നശിച്ചു പോകാതെ. പത്രോസ് ലേഖനത്തിൽ പറയാണ്, ആരും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാതെ ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ്. ദൈവത്തിന് ആരും നശിച്ചു പോകണമെന്ന് ആഗ്രഹം. ചിലർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ദൈവം കുറെ ആൾക്കാരെ നശിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്, അവർ നേരെ നരകത്തിലേക്ക് പോകും. ചില ആൾക്കാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വെച്ചിരിക്കുകയാണ്, അവർ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. അങ്ങനെയല്ല. ദൈവം പറയാണ്, ദൈവത്തിന് ആരും മരിക്കണമെന്നില്ല. ദുഷ്ടൻ മരിക്കണമെന്ന് ദൈവം പറഞ്ഞാൽ പോലും അവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. കാരണം എന്താണ്? കാരണം പറയാണ്, ദുഷ്ടൻ മരിക്കണമെന്ന്, അവൻ വഴികളെ വിട്ട് ജീവിക്കണമെന്നല്ലയോ എന്റെ താല്പര്യം എന്ന് പറയാണ്. 32-ാമത്തെ വാക്യം, മരിക്കുന്നവന്റെ എനിക്ക് ഇഷ്ടമില്ല. അതിന് മേൽ പറയാണ്, നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളെയും ഒക്കെയും നിങ്ങൾ എറിഞ്ഞു കളവിൻ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെ സംബന്ധിച്ചുള്ളൂ. ഇസ്രായേൽ ഗ്രഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവിൻ. ഇതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം ഈ മിഖായാവിനെ വിട്ടിട്ട് ലാസ്റ്റ് വാണിംഗ് കൊടുക്കുകയാണ്. മിഖായാവിനെ വിട്ടിട്ട് പറയാണ്, ആഹാബേ, നിന്റെ ഡെത്ത് വെർഡിക്റ്റ് എഴുതി കഴിഞ്ഞു. നീ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം പിടിച്ചടക്കിയപ്പോൾ അവിടെ വെച്ച് തന്നെ പറഞ്ഞു, ഇസബേലിന്റെ രക്തം വീണെടുത്ത് നിന്റെ രക്തം വീഴുമെന്ന് പറഞ്ഞു. പക്ഷേ നീ മാനസാന്തരപ്പെടുകയാണെങ്കിൽ ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് താല്പര്യമില്ല, നിനക്ക് തിരിഞ്ഞു വരാനായിട്ട് ഒരു ചാൻസ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൻ തിരിഞ്ഞു വന്നില്ല. അവൻ ദൈവത്തിന് ഹിതപ്രകാരം ഇല്ലാതെ തന്നെ യുദ്ധത്തിന് മുമ്പോട്ട് പോവാണ്. നമ്മൾ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വേറൊരു പ്രവാചകൻ വന്നിട്ട് മിഖായാവിന്റെ ചികട്ടത്തടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്നിട്ട് അവൻ മിഖായാവിനെ കാരാഗ്രഹത്തിലാക്കിയിട്ട് പറയാണ്, 25-6-ാമത്തെ വാക്യം, ഇവനെ കാരാഗ്രഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുവോളം ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊണ്ട് അവനെ പോഷിപ്പിക്കേണ്ടത് രാജാവിന് കൽപ്പിച്ചിരിക്കുന്നു പറയും. എന്നിട്ട് മഹാബ് പറയാണ്, ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പം നിനക്കുള്ള ബാക്കി ഞാൻ തന്നോളാം, ഇപ്പൊ നീ ജയിലിൽ കിടക്കാൻ പറയാണ്. മിഖായ പറയാണ്, നീ തിരിച്ചു വന്നാലല്ലേ ഈ കാര്യം നടക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ വാക്കാണെങ്കിൽ നീ തിരിച്ചു വരികയില്ല എന്ന് പറയാം. താഴോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഗിലെയാദിലെ രാമോത്തിന് എന്താണ് സംഭവിച്ചെന്ന് പറയാണ്. അവിടെ താഴോട്ട് വയ്ക്കുമ്പോൾ അതിന്റെ 28-ാമത്തെ വാക്യം, 28, 29, 30 വാക്യം. അന്നേരം ഇസ്രായേൽ രാജാവായിട്ടുള്ള യഹോശാഫാത്തിന്റെ അടുത്ത് ആഹാബ് പറയണം. എന്താണ് പറയുന്നത്? നീ രാജാവിന്റെ വേഷമൊക്കെ ധരിച്ച് നീ വളരെ സ്റ്റൈലായിട്ട് യുദ്ധത്തിന് പൊക്കോളൂ. ഞാൻ വളരെ എളിമനായിട്ട് ഞാൻ ഈ വേഷമൊക്കെ മാറി ഞാൻ സാധാരണ ഒരു പടയാളിയുടെ കൂടെ പൊക്കോളാം. നീ കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്തോളാം പറയാണ്. ഈ വിഡ്ഢിയായിട്ടുള്ള യഹോശാഫാത്ത് എന്ത് ചെയ്തു? യഹോശാഫാത്ത് ഒരു രാജാവിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് വളരെ സ്റ്റൈലിൽ ഈ യുദ്ധത്തിന് മുമ്പിൽ നിന്നിട്ട് പുറപ്പെടാനായിട്ട് മുമ്പോട്ട് പോയി. മുമ്പോട്ട് പോയപ്പോ എന്താ സംഭവിച്ചത്? മുമ്പോട്ട് പോകുമ്പോൾ അപ്പോൾ ആരാം രാജാവിന് കാര്യം മനസ്സിലായി. ആരാം രാജാവ് പറയാണ്, ആരാം രാജാവ് രഥരാജാക്കന്മാരോട്, നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത്. അന്നേരം ആരാം രാജാവ് അടുത്ത് പറഞ്ഞു, നിങ്ങൾ ആരുടെ യുദ്ധം ചെയ്യരുത്, രാജാവ് ആരാണോ അവന്റെ അടുത്ത് മാത്രം യുദ്ധം ചെയ്യുള്ളൂ, അവനെ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു പറഞ്ഞു. ആരാണ് ഇവിടെ രാജാവിന്റെ വേഷത്തിൽ നടക്കുന്നത്?
യഹോശാഫാത്ത്. ആരെയാണ് ആരാം രാജാവ് യുദ്ധം കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്? ആഹാബിനെ. പക്ഷെ ആഹാബിന്റെ വേഷത്തിൽ യഹോശാഫാത്താണ്. പക്ഷെ അന്നേരം ആരാം രാജാവ് പറയാണ് രാജാവിനെ മാത്രമേ പിടിക്കാവൂ, ബാക്കിയുള്ളവരെ എല്ലാം വിട്ടുകളയാൻ പറഞ്ഞു. അങ്ങനെ യഹോശാഫാത്തിന്റെ നേരെ ആൾക്കാർ വന്നു. 34 വാക്യം. യഹോശാഫാത്തിന്റെ ഈ ഡ്രസ്സും എല്ലാം കണ്ടപ്പോൾ അവരെന്ത് പറഞ്ഞു? ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് അവനെ പിടിക്കാൻ തുടങ്ങി. അന്നേരം യഹോശാഫാത്തിന്റെ കഥ അവിടെ കഴിയുകയാണ്. എന്താണ് യഹോശാഫാത്തിന്റെയും വെർഡിക്റ്റ് ആഹാബിന്റെ കൂട്ടത്തിൽ കൂടിയതോടുകൂടി യഹോശാഫാത്തിന്റെയും കഥ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാണ്. പക്ഷെ യഹോശാഫാത്ത് ഒരു ബുദ്ധിപൂർവമായിട്ടൊരു കാര്യം ചെയ്തു. എന്ത് ചെയ്തു? അവസാനത്തെ നിമിഷം എന്ത് ചെയ്തു? നിലവിളിച്ചു. അല്ലെ, ലാസ്റ്റ് സെക്കൻഡിൽ യഹോശാഫാത്ത് നിലവിളിച്ചു. ദൈവം എന്ത് ചെയ്തു? യഹോശാഫാത്തിന്റെ നിലവിളി കേട്ടു. യഹോവനെ സഹായിച്ചു. അവനെ വിട്ടുപോകുവാൻ ദൈവം അവന് തോന്നിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവനെ പിന്തുടരാൻ തുടങ്ങിപ്പോയി. അവസാനത്തെ നിമിഷം യഹോശാഫാത്ത് ഒരു ബുദ്ധി ചെയ്തു. യഹോശാഫാത്ത് അതുവരെ വിഡ്ഢിയായിട്ട് അഹാബിന്റെ കൂടെ പോയി. പക്ഷെ ലാസ്റ്റ് സെക്കൻഡിൽ യഹോശാഫാത്ത് ജീവൻ രക്ഷിച്ചു. എന്താണ്? യഹോശാഫാത്ത് ഒറ്റ നിലവിളി വിളിച്ചു. ഞാൻ പറയട്ടെ, നമ്മളുടെ ദൈവം അവസാനം വരെ മടങ്ങി വരാനായിട്ടൊരു വ്യക്തിക്ക് ചാൻസ് കൊടുക്കുന്നു. അല്ലെ, അവസാനം ഏറ്റവും ലാസ്റ്റ് നിമിഷം വരെ ദൈവം പറഞ്ഞ ഒറ്റ നിലവിളിയിൽ ദൈവം അവനെ വിട്ടുകളഞ്ഞു. പക്ഷെ എന്ത് സംഭവിച്ചു? അടുത്ത ആൾക്ക് എന്ത് സംഭവിച്ചു? എന്നാൽ ഈ രാജാവിന്റെ ഡ്രസ്സ് ധരിച്ചിരുന്ന അവന്റെ അടുത്തേക്ക് ഈ യുദ്ധം മുറുകി അവനെ കൊല്ലാനായിട്ട് എല്ലാവരും വന്നു. പക്ഷെ ദൈവം അതിന്റെ നടുക്കുന്ന അവനെ വിളിച്ചു. കാരണം ദൈവത്തിലേക്ക് അവൻ അവസാനത്തെ നിമിഷം ആശ്രയിച്ചു. പക്ഷേ ആഹാബിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു? അതിന് 33 വാക്യം. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്യം കറക്റ്റ് അല്ല. ഒരുത്തൻ യാദൃച്ഛിക ചുമ്മാതെ ഒരു വില്ലെടുത്തിട്ട് എന്ത് ചെയ്തു? ചുമ്മാതെ ഒരു അമ്പ് എഴുതെന്ന് പറഞ്ഞിരിക്കുന്നത്. യഹോശാഫാത്തിനെ അല്ലെ, ആഹാബിനെ എഴുതല്ല, വെറുതെ ഒരു അമ്പെടുത്തിട്ട് ഒരു എയ്യൽ എഴുതു. അതെന്ത് ചെയ്തു? ദൈവം ആ അമ്പിനെ നേരെ എടുത്തിട്ട് എവിടെ കൊണ്ടുകൊടുത്തു? ആഹാബിന്റെ നെഞ്ചത്ത് കൊണ്ട് തറപ്പിച്ചു. അല്ലെ, ആഹാബിന്റെ വെർഡിക്റ്റ് ദൈവം എഴുതി കഴിഞ്ഞു. എത്ര വേഷം മാറിയാലും എവിടെ പോയാലും വഴിയേ പോയ ഒരു അമ്പ് ദൈവം എടുത്ത് അവന്റെ നെഞ്ചത്ത് കൊണ്ട് കൊടുത്തു. അതേസമയം യഹോശാഫാത്തിനെ ആക്രമിക്കാൻ വന്നവരെ ദൈവം അതിൽ നിന്ന് വിടുവിച്ചു. ഞാൻ പറയട്ടെ, ദൈവത്തെ വിട്ടുമാറിയ ഒരു മനുഷ്യനെ ദൈവം പറയാണ് നിന്റെ മരണവിധി എഴുതി കഴിഞ്ഞു, നിനക്കിനി ഇതിൽ നിന്ന് രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ മാനസാന്തരപ്പെടാതെ വീണ്ടും മുമ്പോട്ട് പോയി പല ട്രിക്കുകൾ കാണിച്ചു. പക്ഷെ ദൈവം അവനെ വിട്ടില്ല. ദൈവം കൃത്യമായിട്ട് അവന്റെ നെഞ്ചിന് തന്നെ അമ്പ് തറപ്പിച്ചു. ദൈവമാണ് അതുകൊണ്ട് തറപ്പിച്ചത്. ആരാണ് ഗോലിയാത്തിന്റെ നെറ്റിയിൽ കൊണ്ട് കല്ല് തറപ്പിച്ചത്? ദൈവമാണ്. അല്ലെ, കൃത്യ സ്ഥലത്ത്. ഞാൻ പറയട്ടെ, ദൈവം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ദൈവം അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏത് സാഹചര്യമാണെങ്കിലും എത്ര അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാലും നടക്കത്തില്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആഹാബിന്റെ കഥ കഴിഞ്ഞു, യഹോശാഫാത്ത് രക്ഷപ്പെട്ടു. പക്ഷെ യഹോശാഫാത്തിന്റെ കഥ അവിടെ കഴിഞ്ഞില്ല. യഹോശാഫാത്ത് അങ്ങനെ അതിൽ നിന്നൊരു പാഠം പഠിച്ചു. അടുത്ത പ്രവാചകൻ വന്നിട്ട് യഹോശാഫാത്തിന്റെ പറയാണ് 2:19 ഇവിടെ പറയാണ് യഹോശാഫാത്തിന്റെ അടുത്ത പ്രവാചകൻ വന്നിട്ട് പറയാണ്, നീ നിന്റെ അപ്പനെ പോലെ തന്നെ ഒരു മണ്ടത്തരം കാണിച്ചു, എന്നാൽ നിന്നിൽ നിന്ന് ചെറിയൊരു നന്മ കണ്ടുകൊണ്ട് നീ ലാസ്റ്റ് നിമിഷമെങ്കിലും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് നിന്നെ ദൈവം രക്ഷിച്ചു. എന്നിട്ട് പറയാണ്, നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചുകൊള്ളുവിൻ. അതിന്റെ 6-ാമത്തെ വാക്കിൽ പറയാണ്, നിങ്ങൾ മനുഷ്യർക്കല്ല യഹോവയ്ക്ക് വേണ്ടി എത്ര ന്യായപാലനം ചെയ്തു, ന്യായപാലനത്തിൽ അവൻ നിങ്ങളോട് കൂടിയിരിക്കുന്നു. ആകയാൽ യഹോവ ഭയം നിങ്ങൾ ഇരിക്കട്ടെ, സൂക്ഷിച്ചു പ്രവർത്തിച്ചുകൊള്ളുവിൻ. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ. ദൈവം പറയാണ്, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ല. ദർ ഇസ് നോ ഫേവറേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. അതാണ് കണ്ടിന്യൂസ് ഈ വാക്യങ്ങൾ കൂടി ദൈവം പറയാനായിട്ട് ശ്രമിക്കുന്നത്. ദൈവം പറയാണ്, ദൈവത്തെ അന്വേഷിക്കുന്നവന്റെ അടുത്ത് ദൈവം കൂടെയിരിക്കും. ദൈവത്തെ വിട്ടുമാറുന്നെങ്കിൽ ദൈവവും നിന്നെ വിട്ടുമാറും. ആഹാബിന്റെ അടുത്തും യാസടുത്തും യഹോശാഫാത്തിന്റെ അടുത്തും ഇതേ മെസ്സേജ് കൊടുക്കുകയാണ്. ശലോമോന്റെ അടുത്തും ദാവീദിന്റെ അടുത്തും എല്ലായിടത്തും ദൈവം പറയുന്ന ഇതാണ്, ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കുന്നിടത്തോളം കാലം ദൈവം നിങ്ങളെ അന്വേഷിക്കും. ദൈവത്തിന്റെ ഫേവറിറ്റിസം ഇല്ല.
ദൈവം നിങ്ങൾ ദൈവത്തെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ദൈവം കാക്കുമെന്ന് ദൈവം പറയുന്നില്ല. ദൈവം പറയാണ് ദൈവത്തെ ആശ്രയിക്കുന്നിടത്തോളം കാലം ദൈവം നിങ്ങളേക്ക്. അത് യഹോശാഫാത്ത് വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്. അങ്ങനെ ഈ കാര്യം യഹോശാഫാത്തിനെ പറഞ്ഞുറപ്പിച്ചു. അങ്ങനെ യഹോശാഫാത്ത് അതിനുശേഷം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടത് എന്നുള്ളത് യഹോശാഫാത്ത് പഠിച്ചു. അതാണ് നമ്മൾ അടുത്ത അധ്യായം വരുമ്പോഴേക്കും കാണുന്നത്. അടുത്ത ഈ സംഭവത്തിന് ശേഷം അതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിന് നടുക്കിലേക്ക് യഹോശാഫാത്തിലാണ്. ആസ ചെന്ന് പെട്ടതുപോലെ തന്നെ ഒരു പ്രശ്നത്തിലേക്കാണ്. അതിന്റെ 20-ാമത്തെ അധ്യായത്തിന് 1-2 വാക്യങ്ങൾ. അപ്പോൾ യഹോശാഫാത്ത് ഭയപ്പെട്ടു, അല്ലെ? ഒരു പ്രശ്നത്തിന് വന്നപ്പോൾ യഹോശാഫാത്തിന് ഭയമായി. പക്ഷെ എന്ത് ചെയ്തു യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു. എന്തായിരുന്നു ആസാടുത്ത് ആദ്യം പ്രവാചകൻ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? നിങ്ങൾ അവനെ അന്വേഷിക്കുന്നു എങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. യഹോശാഫാത്ത് എന്ത് ചെയ്തു? ഒരു അടുത്ത പ്രശ്നത്തിന് മുമ്പിൽ വന്നപ്പോൾ യഹോശാഫാത്ത് ദൈവത്തെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു. യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ യഹോശാഫാത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നീണ്ടൊരു പ്രാർത്ഥനയാണ്. രണ്ടാമത്തിലേക്കും പോകാനായിട്ട് സമയമില്ല. അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കാം. ഇവിടെ പറയാണ്, ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായം വിധിക്കുകയില്ല. ഒരു വലിയ പ്രശ്നത്തിന് മുമ്പിൽ വരികയാണ്. അവിടെ വെച്ചിട്ട് പറയാണ്, ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. ഇതേ പ്രാർത്ഥനയാണ് യഹോശാഫാത്തിന്റെ അപ്പനായിട്ടുള്ള ആസ ആദ്യം പ്രാർത്ഥിച്ചു. ആസ പറയാണ്, ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവയെ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് പറയാണ്. അതേ പ്രാർത്ഥന ഇവിടെ പറയാണ്, ഞങ്ങളുടെ നേരെ വരുന്ന ഈ സമൂഹത്തിനോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ അറിയുന്നുമില്ല. എങ്കിലും എന്ത് ചെയ്തു? എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ആ സ്ഥാനത്ത് പ്രവാചകൻ വന്നിട്ട് പറഞ്ഞ എന്താണ്? യഹോവയുടെ കണ്ണുകൾ തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് പ്രവർത്തിക്കേണ്ടതിന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലാവരുടെ ഓടാടിക്കൊണ്ടിരിക്കുന്നു. യഹോവയുടെ കണ്ണ് യഹോവയെങ്കിലേക്ക് ഏകാഗ്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നവരെ നോക്കിക്കൊണ്ട് ഭൂമിയിൽ എല്ലാവരും ഓടാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചിട്ട് ആസ എന്ത് ചെയ്തു? ആസ യഹോവയെങ്കിലേക്ക് നോക്കുന്നതിന് പകരം മനുഷ്യരിലേക്ക് ആശ്രയിച്ചു, കള്ളത്തരങ്ങളിലേക്ക് ആശ്രയിച്ചു, പൊളിറ്റിക്കൽ അലയൻസിലേക്ക് പോയി ദൈവനെ കൈവിട്ടു. പക്ഷേ യഹോശാഫാത്ത് പാഠം പഠിച്ചു കഴിഞ്ഞപ്പോൾ യഹോശാഫാത്ത് പറയാണ്, ഞങ്ങളുടെ കണ്ണുകൾ യഹോവയെങ്കിലേക്ക് വരും. അന്നേരം ദൈവത്തിന്റെക്ക് തിരിഞ്ഞ യഹോശാഫാത്തിന്റെ അടുത്തേക്ക് ദൈവവും തിരിഞ്ഞു. ദൈവം പറയാണ് അടുത്ത വാക്യം, അപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിച്ചിരിക്കുന്നു. അങ്ങനെ യഹൂദരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടി യഹോവയുടെ സന്നിധിയിൽ വന്നു. അപ്പോൾ സഭാമധ്യേ യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുരോഹിതനായ പുത്രന്മാരിൽ മധ്യന്യാവിന്റെ മകനായ എലിയേലിന്റെ മകനായ ബനായാവിന്റെ മകനായ സഖാരിയാവിന്റെ മകൻ യഹസിയേൽ എന്ന ലേവിന്റെ മേൽ വന്നു. അവൻ അവരോട് പറഞ്ഞത് എന്തെന്നാൽ, യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ആരുടേതാണ്? ദൈവത്തിന്റേതത്രേ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം? അവിടെ പ്രവാചകൻ പറയുന്നത്, ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രോബ്ലം ആരുടെ പ്രോബ്ലമാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റേതാണ്. യുദ്ധം ആരുടേതാണ്? യുദ്ധം നിനക്കെതിരെയാണ് യഹോശാഫാത്തെ. പക്ഷേ ഈ പ്രശ്നത്തെ നീ നേരെ ദൈവത്തിന്റെ കാൽ കീഴിലേക്ക് വെച്ചു കൊടുത്തു. അതോടുകൂടി ദൈവം ആ കാര്യത്തെ ഏറ്റെടുത്തു. ഇനി എന്താണ്? ഇവിടെ ദൈവം പറയാണ്, ഇനി ഈ കാര്യം നിന്റെ പ്രോബ്ലം അല്ല, എന്റെ പ്രോബ്ലം ആണെന്നാണ് പറഞ്ഞത്. അതേസമയം തിരിച്ച് ആസാരത്ത് എന്താ പറഞ്ഞത്? ആസാരത്ത് പറഞ്ഞത്, നീ ഈ കാര്യം എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും എന്ന് കരുതി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ അതിനു പകരം സ്വയമായിട്ട് ഇത് ഡീൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇനി നീ മുമ്പോട്ട് കാര്യങ്ങളെ ചെയ്തോളാനാണ് പറഞ്ഞത്. ഈ രണ്ട് ക്ലിയർ കാര്യങ്ങളാണ് ദൈവം പറഞ്ഞത്. ദൈവം പറയാണ്, നീ കാര്യങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് നിനക്ക് കയ്യിൽ ടെക്നിക്കുകൾ ഉണ്ടെങ്കിൽ നീ ആ ടെക്നിക്കുകൾ വെച്ചിട്ട് മുമ്പോട്ട് വെക്കൊള്ളുക. നീ കാര്യങ്ങളെ മുമ്പോട്ട് ഡീൽ ചെയ്തോളുക. ഞാൻ നിന്നോട് കൂടിയിരിക്കത്തില്ല.
അതേസമയം നിന്റെ പ്രശ്നം എത്ര വലിയ പ്രശ്നമാണെങ്കിലും നീ അത് ദൈവത്തിന്റെ കാൽക്കീഴിൽ വെക്കുന്നതാണെങ്കിൽ ദൈവം പറയാണ് ഞാനത് ഏറ്റെടുക്കാണ്. ഇനി യുദ്ധം ആരുടേതാണ്? യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം യഹോവയുടെ അത്ര. 1 ശമൂവേൽ അതിന്റെ 17-47 ദാവീദ് പഠിച്ച ഒരു കാര്യമാണ് ഈ കാര്യം. ആ വാക്യം ഒന്ന് വായിക്കാം. 1 ശമൂവേൽ അതിന്റെ 17-47 ഗോലിയാത്തിനെ എതിർക്കാനായിട്ട് ദാവീദ് ചെല്ലുമ്പോൾ ദാവീദ് പറയാണ്, 46-ാമത്തെ വാക്യം പറയാണ്, യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്ക് ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് എന്ന് നീ അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘമൊക്കെയും അറിയുവാൻ യുദ്ധം ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇവിടെ പറയാണ് പ്രവാചകൻ അതേ കാര്യം പറയാണ്. ഈ പ്രോബ്ലം നീ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ മറുപടി, ഈ വലിയ സമൂഹം നിമിത്തം നീ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിന്റേതാണ്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. ഇത് അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു. നിങ്ങൾ അവിടെ എരുവേൽ മരുഭൂമിയുടെ തോട്ടത്തിൽ വെച്ച് കാണും. എന്നിട്ട് അടുത്ത 17-ാമത്തെ വാക്കിൽ പറയാണ്, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യം ഇല്ല. യഹൂദിയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ട്. താഴെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അവര് യുദ്ധത്തിന് പകരം എന്താണ് ചെയ്തത്? അവർ പാട്ടുപാടുന്നവരെയും അവർ വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിനു മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായ അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയെടുപ്പ് വരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. ഞാൻ പറഞ്ഞത് ഈ 3 മെസ്സേജിൽ കൂടി വളരെ ക്ലിയർ ആയിട്ട് ദൈവം പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദൈവം പറയാണ്, നിങ്ങൾക്ക് കാര്യങ്ങളെ 2 രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്നിക്കുകൾ ഉപയോഗിക്കാം, നിങ്ങളുടെ പ്ലാനുകളും പദ്ധതികളും കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളെ ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദൈവത്തിന്റെ പുറത്ത് അലയൻസുകൾ നിങ്ങൾക്ക് കൂടാം. പക്ഷെ അതിന്റെ അവസാനം നാശമായിരിക്കും. ദൈവം പറയണ, ദൈവം അതോടുകൂടി ദൈവത്തിന്റെ കൈ നിന്റെ പുറകിൽ പിൻവലിക്കും. ദൈവം പറയണ, ദൈവത്തിന്റെ കണ്ണ്, യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കാനായിട്ടാണ് നിൽക്കുന്നത്. അതേസമയം നമുക്ക് ഭോഷനെ പോലെ ദൈവം ശക്തിയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് അവസരം കൊടുക്കാതെ കാര്യങ്ങളെ ഡീൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ദൈവം പറയണം, നീ ഡീൽ ചെയ്തോളാനായിട്ട് പറയണം, നീ മുമ്പോട്ട് പോയിക്കോളൂ, നിനക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാം. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ വന്നിട്ട് എനിക്കിതിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് എനിക്ക് കഴിയുകയില്ല, ദൈവമേ നീ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവം പറയാണ്. അങ്ങനെയുള്ളവരുടെ പ്രശ്നം പറയാണ്. ദൈവം പറയാണ്, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് അവർക്ക് മനസ്സിലാകാനായിട്ട് ശ്രമിക്കും. ദൈവം മനസ്സിലായി. അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ.